സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ? ഇപ്പോൾ ഞാനടക്കം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്ന ആളുകളായിരിക്കും. പഠിക്കാൻ പറ്റിയുള്ളൂ, അയാൾ സ്വന്തം ഫാമിലിക്ക് വേണ്ടിയിട്ട് അബ്രോഡ് വരികയും നല്ലൊരു കമ്പനിയിലെ ജോലിക്ക് കയറുകയും ചെയ്തു. അയാൾ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. അയാൾ കിട്ടുന്ന സമ്പാദ്യം മുഴുവനും ഫാമിലിയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അയാൾക്ക് സഹോദരനുണ്ട്, സിസ്റ്ററുണ്ട്. അപ്പോൾ സിസ്റ്ററിൻ്റെ കാര്യം നോക്കണം, സഹോദരൻ്റെ കാര്യം നോക്കണം, പാരൻസിനെ സംരക്ഷിക്കണം. അപ്പോൾ പണം അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന പണം എന്താണ് ചെയ്യുന്നതെന്നൊന്നും ഇയാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫാമിലി അത് അവരുടെ ഇഷ്ടമനുസരിച്ച് ഓരോ കാര്യങ്ങൾക്ക് വിനിയോഗിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 10 വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ടാകും. അതിനുശേഷമാണ് അയാൾ എന്നെ കണ്ടുമുട്ടുന്നതും ഫാമിലി പ്രോബ്ലംസ് പറയുന്നത്. അങ്ങനെ ഏകദേശം 10 വർഷത്തോളം കടന്നുപോയി. 10 വർഷത്തെ സമ്പാദ്യം അയാൾ നാട്ടിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എപ്പോഴും നിങ്ങളെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിന് ഒരു കെട്ടുറപ്പ്, ഒരു സ്റ്റാബിലിറ്റി ഉണ്ടാക്കിയതിന് ശേഷം മാത്രം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഹെൽപ്പ് ചെയ്യണം, കുറച്ചാണ് ഹെൽപ്പ് ചെയ്യാമുള്ളൂ. പക്ഷെ ആ ഭാഗത്ത് നമ്മളെ കൂടി ശ്രദ്ധിച്ച് നമ്മൾക്കുള്ള കാര്യങ്ങൾക്ക് സ്റ്റാബിലിറ്റി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാമുള്ളൂ. നമ്മൾക്ക് എപ്പോഴും നമ്മൾ മാത്രം ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എത്ര അധ്വാനിച്ചും മറ്റുള്ളവരെ കരുണയോടുകൂടി പരിപോഷിപ്പിച്ചാലും അവസാന നിമിഷം നമ്മൾ മാത്രമാണ് ഉണ്ടാവുക. ഇത് തീർച്ചയായിട്ടും ഒരു മെസ്സേജ് ആയിട്ട് ഞാൻ സമൂഹത്തിന് തരികയാണ്, ഒരു വാണിംഗ് പോലെ തരികയാണ്. കാരണം നിങ്ങളുടെ ഫാമിലിയിലെ എൽഡർ മെമ്പറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അധ്വാനിക്കുന്നതിൻ്റെ ഒരു ഭാഗം നിങ്ങൾ സേവ് ചെയ്യേണ്ടതാണ്. ബാക്കി ഭാഗം മാത്രം നിങ്ങളുടെ ഫാമിലിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാരീഡ് ആകാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മൾ മറന്നു കളയുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഒരു കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കില്ല. കരുണയാകാം, പക്ഷേ ഓവറായി കഴിഞ്ഞാൽ നമ്മളെ തന്നെ സ്പോയിൽ ചെയ്യും. അപ്പോൾ സമൂഹത്തിൽ കോമൺ ആയി കണ്ടുവരുന്ന ഒരു കാര്യമാണ്. പക്ഷേ അവസാന നിമിഷമാണ് എല്ലാവരും ചതി മനസ്സിലാക്കുന്നത്. അയാൾക്ക് സ്വന്തമായിട്ട് സേവിങ്സ് ഉണ്ടായിരുന്നില്ല. അയാൾ വളരെയധികം വേദനാജനകമായിട്ടൊരു സംഭവമായിട്ടാണ് അയാൾ ഇത് എന്നോട് ഓപ്പണായി പറഞ്ഞത്. ഞാൻ അയാളോട് ആദ്യം അഡ്വൈസ് ചെയ്തത് മാരീഡ് ആകാനാണ്. അയാൾ മാരീഡ് ആകാൻ പോലും അയാൾ മറന്നുപോയിരുന്നു എന്ന് വേണ്ടി പറയാം. ഫാമിലിക്ക് വേണ്ടി സ്വന്തം വിവാഹം പോലും മാറ്റിവെച്ചിരുന്നു. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിക്കൂ, നിങ്ങൾക്കൊരു ഫാമിലി സെറ്റിൽഡ് ആക്കാൻ പറഞ്ഞു. പിന്നെ ഇനി നിങ്ങൾക്ക് കിട്ടുന്ന സമ്പാദ്യത്തിന്റെ ഒന്നും തന്നെ അവർക്ക് അയച്ചു കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ 10 വർഷത്തിന് ശേഷം ഇയാൾ അവിടെ ചെന്നപ്പോൾ ഇയാളുടെ പേരിൽ ഒരു സേവിങ്സും ഉണ്ടായിരുന്നില്ല. മനസ്സ് ഇയാളുടെ ഹർട്ടാവുകയും അതിനെ അയാൾ ചോദ്യം ചെയ്യുകയും ചെയ്തു. പക്ഷെ പാരൻസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള മറുപടിയും ഉണ്ടായില്ല. അയാൾക്ക് സ്വന്തമായിട്ട് സേവിങ്സ് ഉണ്ടായിരുന്നില്ല. അയാൾ വളരെയധികം വേദനാജനകമായിട്ടൊരു സംഭവമായിട്ടാണ് അയാൾ ഇത് എന്നോട് ഓപ്പണായി പറഞ്ഞത്. ഞാൻ അയാളോട് ആദ്യം അഡ്വൈസ് ചെയ്തത് മാരീഡ് ആകാനാണ്. അയാൾ മാരീഡ് ആകാൻ പോലും അയാൾ മറന്നുപോയിരുന്നു എന്ന് വേണ്ടി പറയാം. ഫാമിലിക്ക് വേണ്ടി സ്വന്തം വിവാഹം പോലും മാറ്റിവെച്ചിരുന്നു. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിക്കൂ, നിങ്ങൾക്കൊരു ഫാമിലി സെറ്റിൽഡ് ആക്കാൻ പറഞ്ഞു. പിന്നെ ഇനി നിങ്ങൾക്ക് കിട്ടുന്ന സമ്പാദ്യത്തിന്റെ ഒന്നും തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ മറന്നു കളയുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഒരു കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കില്ല. കരുണയാകാം, പക്ഷേ ഓവറായി കഴിഞ്ഞാൽ നമ്മളെ തന്നെ സ്പോയിൽ ചെയ്യും. അപ്പോൾ സമൂഹത്തിൽ കോമൺ ആയി കണ്ടുവരുന്ന ഒരു കാര്യമാണ്. പക്ഷേ അവസാന നിമിഷമാണ് എല്ലാവരും ചതി മനസ്സിലാക്കുന്നത്.